ഹലോ, കൽപ്പറ്റ വിജയൻ സ്പീക്കിംഗ്. ഹലോ, കെ വി സ്പീക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. അക്ഷരങ്ങൾ വാക്കുകളായും വാക്കുകൾ വാക്യങ്ങളായും വാക്യങ്ങൾക്ക് ഭാവനയുടെ മേമ്പൊടികൾ ചാലിച്ച് കഥകളായും കവിതകളായും ലേഖനത്താളുകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് വിരലുകളുടെ മാന്ത്രിക വടിയായി കൈമാറി മറിഞ്ഞ ഒരു നല്ല കൂട്ടുകാരന്മാർ നമുക്കുണ്ടായിരുന്നു. കാലത്തിൻ്റെ ചടുലഭാവത്തിൽ പലതും നമുക്കിന്ന് അസ്തമിച്ചു പോയിട്ടുണ്ടെങ്കിലും ചിലരുടെയെങ്കിലും മനസ്സിൽ മറക്കാനാവാതെ ആ കൂട്ടുകാർ ഇന്നും ഓർമ്മയിലുണ്ടാകും. പൊട്ടിപ്പൊളിഞ്ഞ സ്ലേറ്റിൽ ചോക്ക് പെൻസിൽ കൊണ്ട് എഴുതി തുടങ്ങിയ കാലവും പെൻസിൽ കൊണ്ട് നോട്ട് ബുക്കിൽ എഴുതി ഒടുവിൽ താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച പേന കൊണ്ട് ആദ്യമായി നോട്ട്ബുക്കിൽ അക്ഷരം കുറിച്ചു തുടങ്ങിയത് ഒരു വല്ലാത്ത അനുഭൂതി തന്നെയായിരിക്കും. പേന കൊണ്ട് കുത്തിക്കുറിച്ച കാലം മനസ്സിൽ ഇന്നും ഒളിമങ്ങാതെ നിൽക്കുന്ന മഷിപ്പേനയും ഹീറോ പേനയുമൊക്കെ നമ്മുടെ കൂട്ടുകാരായ കാലം, അതൊക്കെ നമുക്ക് മറക്കാനാകുമോ? കേൾക്കാൻ സുഖമുള്ള വാചകമല്ലെങ്കിലും അന്ന് എഴുതിയ പേനകളിൽ നിന്ന് ഉതിർന്നു വീണ മഷിത്തുള്ളികൾ കൈവിരലുകളിലും അണിഞ്ഞിരുന്ന വസ്ത്രങ്ങളിലും ചിത്രങ്ങളായും കളറായും നിറക്കൂട്ട് ചാർത്തിയ നമ്മുടെ പ്രിയ കൂട്ടുകാരൻ. സാധാരണക്കാരൻ്റെ കൂട്ടുകാരനായി മഷിപ്പേനയും സാമ്പത്തിക ശേഷിയുള്ളവർക്ക് ഹീറോ പേന കൂട്ടുകാരനായിരുന്ന കാലം, അതിനോടൊപ്പം ഓടിക്കളിച്ചിരുന്ന റൈനോൾസിൻ്റെയും റോട്ടോമാറ്റിക്കിൻ്റെയും സ്റ്റിക്കിൻ്റെയും ടിക്കടിയുടെയും ഒക്കെ പേനകൾ ഇന്നും ചിലരുടെയെങ്കിലും മനസ്സിൽ ഒളിമങ്ങാത്ത ശോഭയായി നിലനിൽക്കുന്നുണ്ടാവും. ഒരു പേന വാങ്ങുവാൻ കാശില്ലാതെ 25 പൈസയ്ക്കും 50 പൈസയ്ക്കും റീഫില്ലർ വാങ്ങി നോട്ട് എഴുതിയ കാലം, പേന വാങ്ങി തന്നില്ലെങ്കിൽ സ്കൂളിൽ പോകില്ല എന്ന് വാശി പിടിച്ച് കരഞ്ഞ കുട്ടിക്കാലം, ഗൾഫുകാരൻ നാട്ടിൽ വരുമ്പോൾ സമ്മാനമായി ലഭിക്കുന്ന അമ്പുമുന പതിച്ച ഹീറോ പേനകളുടെ കാലം, സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും സമ്മാനമായി ഹീറോ പേന നൽകിയ കാലം, എന്തിനേറെ പറയുന്നു മഷി നിറച്ച പേനയും റീഫില്ലർ മൂടിക്കെട്ടിയ പേനയുമൊക്കെ കാലങ്ങൾക്ക് മായ്ക്കാൻ പറ്റാത്ത ഒരു ഓർമ്മ തന്നെയാണ്. ഇന്ന് പലവിധ ഭാവത്തിലും രൂപത്തിലും പേനകളുണ്ടെങ്കിലും അന്ന് രചിച്ച പ്രണയഗാനങ്ങൾക്കും പ്രണയലേഖനങ്ങൾക്കും മറക്കാനാകാത്ത സുഗന്ധം പകർന്ന മഷിപ്പേനയും ഹീറോ പേനയും റൈനോൾസും റോട്ടോമാറ്റിക് പേനയുമൊക്കെ നമ്മുടെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഗമയോടെ തൂക്കിയിട്ട് സ്വന്തം ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഇത്തരം പേനകൾ അഭിമാനമായി കൊണ്ടു നടന്നിരുന്ന കാലം. വാർഷിക പരീക്ഷ എഴുതി സ്കൂൾ പടികൾ ഇറങ്ങുമ്പോൾ കൂട്ടുകാരൻ്റെ വസ്ത്രത്തിൽ കുടഞ്ഞെറിഞ്ഞ മഷിയും കൂട്ടുകാരുടെ മഷിയടി പേടിച്ച് നേരത്തെ പരീക്ഷ എഴുതി അസ്ത്രവേഗത്തിൽ ഓടിയ കാലവും, ചായം കലക്കിയ മഷിയിൽ വാഴക്കറ ചേർത്ത് വെള്ള വസ്ത്രത്തിലൊഴിച്ച മഷിയുടെ പാടുകളും മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ പ്രിയ സുഹൃത്തെ ഒട്ടും മടിക്കാതെ നമ്മുടെ കാഴ്ചക്കാർക്കായി കമൻറ്റ് ബോക്സിൽ കുറിച്ചിട്ടാലും. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ ശുഭദിനം.